നമസ്കാരം. കാവ്യ മാരൻ എയറിലാണ്. ഇന്ത്യൻ കായിക ലോകത്തെ സംസാര വിഷയം കൂടിയായി മാറിയിരിക്കുകയാണ് സൺറൈസേഴ്സ് ഹൈദരാബാദിന്റെ ഉടമ കൂടിയായ കാവ്യ മാരൻ. അവരെടുത്ത ഒരു തീരുമാനമാണ് വലിയ രാജ്യത്തിന്റെ വികാരത്തെ തന്നെ ചോദ്യം ചെയ്യുന്നതിന് തുല്യമായി മാറിയിരിക്കുന്നത്. IPL മാതൃകയിൽ ഇംഗ്ലണ്ടിൽ നടക്കുന്ന ഫ്രാഞ്ചൈസി ലീഗായ ദ 100-ൽ പാകിസ്ഥാൻ താരത്തെ വാങ്ങിയാണ് IPL-ലെ സൺറൈസേഴ്സ് ഹൈദരാബാദ് ഉടമ കൂടിയായ കാവ്യ മാരൻ പുലിവാല് പിടിച്ചിരിക്കുന്നത്. സൺറൈസേഴ്സ് ഹൈദരാബാദിന്റെ തന്നെ ഉടമസ്ഥതയിലുള്ള ഫ്രാഞ്ചൈസിയായ ഹൈദരാബാദ് ലീഡ്സിന് വേണ്ടിയാണ് ദ 100 ടൂർണമെന്റിനായി വിവാദ നായകൻ കൂടിയായ അബ്രാർ അഹമ്മദിനെ കാവ്യ മാരൻ ലേലത്തിലൂടെ വിളിച്ചെടുത്തത്. പാക് ലെഗ് സ്പിന്നറായ അബ്രാറിനെ ഇന്ത്യൻ രൂപ 2,35 ലക്ഷം രൂപയ്ക്കാണ് SRH വാങ്ങിയിരിക്കുന്നത്. സൺറൈസേഴ്സ് ലീഡ്സിന്റെ തീരുമാനം ഇന്ത്യയിൽ വലിയ രീതിയിൽ വിവാദത്തിന് തിരികൊളുത്തിയിരിക്കുകയാണ്. ഫ്രാഞ്ചൈസി ഉടമ കാവ്യ മാരനെതിരെയും സൺ ഗ്രൂപ്പിനെതിരെയും കടുത്ത ഭാഷയിലാണ് ആരാധകർ പ്രതികരിക്കുന്നത്. ഇന്ത്യൻ ഉടമസ്ഥതയിലുള്ള ഒരു ടീം പാക് താരത്തെ സ്വന്തമാക്കി എന്നതിനപ്പുറം അബ്രാർ അഹമ്മദ് എന്ന താരത്തോടുള്ള ചില മുൻകാല വിയോജിപ്പുകളാണ് ഈ ഒരു പ്രതിഷേധം കനക്കാൻ കാരണം. ഒരു താരമെന്നതിലുപരി മനുഷ്യത്വം തീരെ കടന്നു പോകാത്ത ഒരു വ്യക്തിയായിട്ടാണ് അബ്രാറിനെ ഇന്ത്യക്കാർ മനസ്സിലാക്കുന്നത്. ഇന്ത്യക്കെതിരെ നടന്ന ഭീകരാക്രമണങ്ങളുടെ മുറിവ് ഉണങ്ങും മുൻപ് ഒരു പാക് താരത്തെ ഇന്ത്യൻ ഉടമസ്ഥതയിലുള്ള ടീം സ്വന്തമാക്കിയത് അംഗീകരിക്കാനാകില്ല എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ. 2019 ബാലാക്കോട്ട് ഭീകരാക്രമണത്തിന് ശേഷം പാകിസ്ഥാനിലേക്ക് ഇന്ത്യൻ സൈന്യം നടത്തിയ ഓപ്പറേഷൻ ബന്ദറിനിടെ പാക് സൈന്യത്തിന്റെ പിടിയിലായ വിംഗ് കമാൻഡർ അഭിനന്ദൻ വർദ്ധമാനെ പരിഹസിക്കുന്ന രീതിയിലുള്ള ടീ സെലിബ്രേഷൻ മുൻപ് ഈ അബ്രാർ നടത്തിയിരുന്നു. പാകിസ്ഥാൻ സൈന്യത്തിന്റെ പിടിയിലായപ്പോൾ അഭിനന്ദൻ നടത്തിയ ദ ടീ ഈസ് ഫെന്റാസ്റ്റിക് എന്ന പ്രസ്താവനയെ പരിഹസിക്കാനാണ് അബ്രാർ ഇത് ചെയ്തത് എന്നായിരുന്നു എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമായി അന്ന് വന്നിരുന്നത്. ഇതാണ് ആരാധകരെ ഏറ്റവും കൂടുതൽ ചൊടിപ്പിച്ചത്. ഇന്ത്യക്കെതിരെ വിക്കറ്റ് നേടിയ ശേഷം ചായ കുടിക്കുന്ന രീതിയിലുള്ള അബ്രാറിന്റെ ആംഗ്യം മുമ്പും വിവാദമായിട്ടുള്ളതാണ്. വിക്കറ്റ് എടുത്ത ശേഷം ബാറ്ററോട് തലയാട്ടി ഡ്രസ്സിംഗ് റൂമിലേക്ക് കയറിപ്പോകാൻ പരിഹസിക്കുന്ന അബ്രാറിന്റെ ശൈലിയും വിവാദങ്ങളിൽപ്പെട്ടതാണ്. ഇന്ത്യൻ പ്രതിരോധ സേനയെയും ഇന്ത്യൻ താരങ്ങളെയും പരിഹസിച്ചുകൊണ്ടുള്ള അബ്രാറിന്റെ പഴയ പോസ്റ്റുകൾ സോഷ്യൽ മീഡിയയിൽ വീണ്ടും വ്യാപകമായി ഇപ്പോൾ പ്രചരിക്കുകയാണ്. ഇത് ഇന്ത്യക്കാർ തന്നെയാണ് വലിയ രീതിയിൽ പ്രചരിപ്പിക്കുന്നത്. അബ്രാറിനെ ടീമിലെടുത്തതിന് പിന്നാലെ ലക്ഷക്കണക്കിന് ആളുകളാണ് സൺറൈസേഴ്സ് ഹൈദരാബാദിന്റെയും സൺറൈസേഴ്സ് ലീഡ്സിന്റെയും സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ അൺഫോളോ ചെയ്യുന്നത്. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ക്രിക്കറ്റ് എന്നാൽ ഇന്ത്യയാണ്. ഇന്ത്യയെ നമുക്കറിയാം, ക്രിക്കറ്റിന്റെ ഭൂരിഭാഗവും ഇന്ത്യക്കാരാണ്. അവരുടെ കാഴ്ചക്കാരിൽ ഭൂരിഭാഗവും ഇന്ത്യക്കാരാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യക്കാരെ മറന്നുകൊണ്ട് ഒരു കാര്യവും ക്രിക്കറ്റിനുള്ളിൽ ചെയ്യാൻ കഴിയില്ല എന്നതാണ് മനസ്സിലാക്കേണ്ടത്. പാകിസ്ഥാനെതിരെ ശക്തമായ നിലപാട് രാജ്യവും BCCIയും തുടരുമ്പോഴാണ് കാവ്യയുടെ ഈ ഒരു നീക്കം. ഈ ലോകകപ്പിൽ പോലും പാകിസ്ഥാന്റെ ആവശ്യങ്ങൾക്ക് മുന്നിൽ മുട്ടുമടക്കാത്ത ഇന്ത്യ തീവ്രവാദത്തിനെതിരെ ശക്തമായി പോരാടുമെന്നും ആവർത്തിച്ച് പറഞ്ഞിരുന്നു. ഇക്കാര്യങ്ങളിൽ കാവ്യയുടെ അറിവിന്റെ പരിമിതി കൊണ്ടാണോ പാക് താരത്തെ എടുക്കാനുള്ള ധൈര്യം കാട്ടിയതെന്ന് കണ്ടു തന്നെ അറിയണം. എന്തായാലും ഈ നീക്കത്തിനെതിരെ നടപടിയെടുക്കാൻ തന്നെയാകും BCCI തീരുമാനം. IPL നിയന്ത്രിക്കുന്നത് BCCI ആണ്. ക്രിക്കറ്റ് ലോകത്തിന്റെ തലപ്പത്തുള്ള ബോർഡ് ICCയുടെ ആദ്യത്തെയും അവസാനത്തെയും വാക്കായ ജയ്ഷാ തുടങ്ങിയ ഘടകങ്ങൾ കാവ്യക്കെതിരെ ശക്തമായി നടപടിയെടുത്താലും അത്ഭുതപ്പെടാനില്ല. പാക് താരത്തെ എടുക്കുന്നതുമായി ബന്ധപ്പെട്ട് വിദഗ്ധോപദേശം തേടിയിരുന്നുവെങ്കിൽ കാവ്യയ്ക്ക് ഇപ്പോൾ ഈ ഒരു പ്രതിസന്ധി വരില്ലായിരുന്നു. ഈ തീരുമാനം ക്രിക്കറ്റിൽ മാത്രമല്ല രാഷ്ട്രീയപരമായും വലിയ കോളിളക്കം ഇന്ത്യയിൽ സൃഷ്ടിക്കാൻ ഇടയുണ്ട്. ജയ്ഷായുടെ പിതാവ് അമിത് ഷാ ഉൾപ്പെടെയുള്ളവരുടെ കയ്യിൽ കേന്ദ്ര നിയന്ത്രണമുള്ളതാണ്. അതുകൊണ്ട് തന്നെ ജയ്ഷാ നയിക്കുന്ന ഇന്ത്യയുടെ ക്രിക്കറ്റ് ബോർഡിന് കാവ്യയ്ക്കൊപ്പം നിൽക്കാൻ കഴിയുകയില്ല. താരത്തെ ഇനി പുറത്താക്കാനുള്ള വഴികൾ തേടുകയാകും കാവ്യ ചെയ്യേണ്ട ഏറ്റവും നല്ല കാര്യം. അങ്ങനെ വന്നാൽ ഭീമൻ തുകയായിരിക്കും അവർക്ക് നഷ്ടമാവുക. ഇനി അതല്ല, പാക് താരത്തെ വെച്ച് മുന്നോട്ട് പോകാനാണ് ഇവരുടെ തീരുമാനം എങ്കിൽ IPL-ൽ നിന്ന് ഒരുപക്ഷെ സൺറൈസേഴ്സ് ഹൈദരാബാദിന് ചുരുങ്ങിയത് ഒരു സസ്പെൻഷനെങ്കിലും കിട്ടിയേക്കും. IPL തുടങ്ങാനിരിക്കെ ഇത്തരമൊരു വലിയ മണ്ടത്തരത്തിലേക്ക് കാവ്യ നീങ്ങില്ല എന്ന് പ്രതീക്ഷിക്കാം.